ഈ ചന്തയിൽ നിന്ന് കൊണ്ടുവന്ന കാളക്കുട്ടികൾക്കൊക്കെ പെട്ടെന്ന് തീറ്റ എടുക്കാനൊക്കെ ഭയങ്കര മടിയാവും. അവർ യാത്രാ ക്ഷീണം, അവർ ലിവറിൻ്റെ ഫംഗ്ഷനൊക്കെ ഒന്ന് ക്ലിയർ ആകാനും പെട്ടെന്ന് തീറ്റ എടുത്ത് ഉഷാറായി വരാൻ വേണ്ടിയിട്ടൊക്കെയാണ് ഇത് കൊടുക്കുന്നത്. നമ്മൾ ലിവർ ടോണിക്ക് മേടിച്ച് ഗ്യാസ് കളയുന്നതിന് പകരം ഇങ്ങനെയൊക്കെ ഉണ്ടാക്കിയാൽ മതി. ഇഞ്ചി, ചെറിയ ജീരകം, വെല്ലം, കുരുമുളക്, പിന്നെ ചെറിയ ഉള്ളി, അയമോദകം, ചുക്ക അങ്ങനത്തെ ഒക്കെ കൂട്ടിയിട്ടാണ് ഞാൻ ഇവിടെ തയ്യാറാക്കിയത്. നല്ല അടിപൊളി റിസൾട്ട് കിട്ടുന്ന ഒരു മരുന്നാണിത്. പിന്നെ ഇത് ഒരു എല്ലാം കൂടി മിക്സിയിൽ അടിച്ചിട്ടാണ് കൊടുക്കുന്നത്. കന്നുകൾക്കൊക്കെ, ആടുകൾക്കൊക്കെ കൊണ്ടുവന്നാൽ ചില ആടുകൾക്കും കന്നുകൾക്കൊക്കെ തീറ്റ എടുക്കലില്ല, വെള്ളം കുടിക്കില്ല, അങ്ങനെ ഒരു അന്തം മുട്ട നിൽക്കുക എന്നല്ലാതെ. അപ്പോൾ ഇതാണ് കൊടുത്താൽ നല്ല വിശപ്പുണ്ടാവും. വയറ്റിലും ലിവറിലൊക്കെയുള്ള കംപ്ലൈൻറ്റൊക്കെ അവിടെയൊക്കെ പോയിട്ട് നല്ല റിസൾട്ടിന് വരും. നല്ല തീറ്റയും വെള്ളം കൂടിയൊക്കെ എടുത്ത് പെട്ടെന്ന് നേരായി വരും. കൂടുതലും കന്നുകൾക്കൊക്കെയാണ് പ്രശ്നം വരില്ല. ചന്തകളൊക്കെ കയറി ഇറങ്ങി ക്ഷീണമൊക്കെ ഉണ്ടാകുന്നവർക്ക് തീറ്റ എടുക്കില്ല, വെള്ളം കൂടി ഉറവാകും. ചെറിയ പനി ഇതൊക്കെ ഉണ്ടാകുമ്പോൾ അതൊക്കെ ഈ മരുന്നൊക്കെ കൊടുക്കുമ്പോൾ അവർ വയറ്റിലെത്തിയ 2-3 ദിവസമൊക്കെ കൊടുക്കുമ്പോൾ തന്നെ നല്ല വ്യത്യാസം വരും. പിന്നെ നല്ലൊരു എനർജി വന്ന് നല്ല തീറ്റയും വെള്ളം കൂടെ ഈസിയായി കഴിക്കുന്ന രൂപത്തിലേക്ക് മാറും അവർ. എന്തെങ്കിലും ചെറിയൊരു കോറി പിടിച്ചിലൊക്കെ ഉണ്ടെങ്കിൽ, പനിയൊക്കെ ഉണ്ടെങ്കിൽ ഇത് കൊടുത്താൽ നല്ല വ്യത്യാസം വരും. നല്ല മിക്സിയിലിട്ട് അടിച്ച് നല്ല രീതിക്കാക്കിയിട്ട് എല്ലാം കൂടി മിക്സായിട്ട് ആണ് കൊടുക്കുക. അങ്ങനെ ബോട്ടിലാക്കി കൊടുത്താൽ മതി, ഈസിയാണ്. ഇതിൻ്റെ ചണ്ടിയാണ്. ഇതോരോ ഉരുളാക്കിയിട്ടും കൊടുക്കും. അത് കൊടുക്കൽ കഴിഞ്ഞാൽ പിന്നെ ഇത് ഉരുളാക്കിയിട്ട് ഇതും അവർക്ക് കൊടുക്കും. ഇത് ഉണ്ടാക്കി കൊടുത്താൽ എല്ലാവർക്കും ഇതുപോലെ ഉപകാരപ്പെടും. കന്നുകാലികൾക്ക് തീറ്റ എടുക്കാനുള്ള മടിയുണ്ടെങ്കിലും വിശപ്പില്ലായ്മ അതൊക്കെ ഉണ്ടെങ്കിൽ മാറിക്കിട്ടും. നല്ല ഉഷാറായിട്ട് വരും. പിന്നെ അതേപോലെ മിക്സിയിൽ അടിച്ച് ബോട്ടിലാക്കി വെച്ച് കൊടുക്കുമ്പോൾ നല്ലോണം അങ്ങനെ ചെയ്യണം, നല്ല ഇളക്കണം, നല്ല അല്ലെങ്കിൽ അടിയിൽ ഇങ്ങനെ തങ്ങി നിൽക്കും. അങ്ങനെ ചെറിയ ബോട്ടിലെടുക്കുക, ഒരു 100 മില്ലിയൊക്കെ ഇട്ടിട്ട് ഞാൻ കൊടുക്കണം. കൊടുക്കാനൊക്കെ ഈസിയാണ്. അവർക്ക് കൊടുത്താൽ നല്ല റിസൾട്ട് കാണിക്കും. കുറേ ഇത് വളർത്തുന്നവർക്ക് ഇത് ഉപകാരപ്പെടുന്നതാണ്. ഇതിനെക്കുറിച്ച് അറിയാത്തവർക്കുള്ളതാണിത്, അറിയുന്നവർക്കുള്ളതല്ല. ഒരു കുട്ടികളങ്ങനെ പിടിച്ച് പിന്നെ അവരെ കെട്ടിയോടുന്ന് കെട്ട് കഴിച്ചിട്ട് മേലൊക്കെ കെട്ടണം നല്ലതാണ്. എന്നാലും അവർ നമ്മൾ തല പൊക്കിയിട്ട് നാവ് പിടിച്ച് കൊടുക്കുമ്പോൾ ഈസിയായി കൊടുക്കാൻ സാധിക്കുള്ളൂ. മേലത്തൊക്കെ പൈപ്പിനോ കമ്പിക്കോ എടുക്കുകയാണെങ്കിൽ പിടിച്ച് കെട്ടിയിട്ട് വായയുടെ സൈഡിൽ കൂടി കൈയിട്ടിട്ട് അവർ നാവ് പ്രസ് ചെയ്ത് പിടിക്കണം, അല്ലെങ്കിൽ തരിപ്പ് പോകും. കുരുമുളക് ഇതൊക്കെ ഉള്ളതാണ്, ചെറിയ എരിവുണ്ടാവും. അപ്പോൾ അങ്ങനെ ഈസിയായിട്ട് കൊടുക്കാൻ സാധിച്ചു. നാവ് പിടിച്ച് പ്രസ് ചെയ്തിട്ട് അങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ ഒഴിച്ച് കൊടുക്കുക. പെട്ടെന്ന് ഒഴിക്കരുത്, അപ്പോൾ തരിപ്പ് പോകും. നാവ് നമ്മൾ ഫുള്ള് ഒഴിച്ച് കഴിഞ്ഞാൽ കുറച്ച് നേരം നാവ് പ്രസ് ചെയ്ത് പിടിക്കണം, നല്ലതാണ്. നാവിനെ തരിപ്പ് പോകുന്ന പ്രശ്നമല്ല. തലമ 2 മേട്ടം നല്ല ചെറുതായിട്ട് അടിയും കൊടുത്താൽ മതി, തരിപ്പ് പോകണ പേടിക്ക്. സംഭവം ഈസിയായി കൊടുക്കാൻ പറ്റുന്നതാണ്. കൊടുത്ത് 2-3-4 ദിവസം കൊടുത്താൽ നല്ല റിസൾട്ടാവും അവർക്ക്. ഭയങ്കര വിശപ്പൊക്കെ വന്നിട്ട് എന്ത് കൊടുത്താലും തീറ്റയും വെള്ളമൊക്കെ പെട്ടെന്ന് കാലിയാക്കി തരും. പെട്ടെന്ന് കഴിക്കുന്നവർക്ക് നല്ല വളർച്ച കാണുള്ളൂ. അതുകൊണ്ട് ചെറിയ പനിയൊക്കെ ഉണ്ടെങ്കിൽ അതും കൂടെ പോകും ഇത് കൊടുത്താൽ. അപ്പോൾ ഇതുപോലെ ചെയ്ത് നോക്കാവുന്നതാണ് എല്ലാവർക്കും. ആടുകൾക്കും കന്നുകാലികൾക്കും അതുപോലെ കോഴികൾക്കും ആണെങ്കിലും കൊടുക്കാം. കോഴികൾക്ക് നാടൻ മരുന്നാണ്. ഒരു